ജന്മഭൂമി പത്രത്തിലൊരു വാർത്തയുണ്ട്. ത്രിപുരയിൽ ധാരാളം വ്യക്തികൾ, 127 കുടുംബങ്ങൾ സനാതന ധർമ്മത്തിലേക്ക് തിരിച്ചു വരുന്നു എന്ന്. അത് ഭാരതമെമ്പാടും നടക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്, പ്രത്യേകിച്ച് അമ്പലങ്ങളിൽ പ്രഭാഷണം നടത്തുമ്പോൾ പറയാറുണ്ട്, ഇനി നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത് അങ്ങോട്ട് പോയവരിൽ ഇങ്ങോട്ട് വരാൻ താല്പര്യമുള്ളവരെ കൊണ്ടുവരിക. ധാരാളം ക്രൈസ്തവർക്ക്, ഒരു ചെറിയ വിഭാഗമെങ്കിലും മുസ്ലിങ്ങൾക്ക് ഹിന്ദു ധർമ്മത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ പല സംഭവങ്ങൾ, നെഗറ്റീവും പോസിറ്റീവായിട്ടുള്ള സംഭവങ്ങളിലൂടെ സാധിച്ചിട്ടുണ്ട്. അവർക്ക് അവരുടെ മതത്തിൽ നടക്കുന്ന കർദിനാളിൻ്റെ 100 കോടി മുക്കലും 10 കോടി ടാക്സ് അടയ്ക്കലും കയ്യേറിയിട്ട് കുരിശു വയ്ക്കലും കന്യാസ്ത്രീകളെ പീഡിപ്പിക്കലും കന്യാസ്ത്രീകളെ അവഹേളിക്കലും കുഞ്ഞാടുകളെ തകർക്കലും പൈസ ഉണ്ടാക്കലും കോടികളുടെ പള്ളി ഉണ്ടാക്കലും എണ്ണം വർദ്ധിപ്പിക്കലും അതുപോലെ അധികാരം പിടിച്ചെടുക്കലും സുഖലോലുപരായിട്ട് ജീവിക്കലും എന്നിട്ട് കുഞ്ഞാടുകളെ തകർക്കലും ഒറ്റപ്പെടുത്തലും എല്ലാം അനുഭവിക്കുന്ന ധാരാളം വ്യക്തികളുണ്ട്. അവർക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്, നമുക്ക് ഇനി തിരിച്ചു പോവുകയാണെങ്കിൽ ഒരു മഹാസാഗരമുള്ളത് ഹിന്ദു ധർമ്മമാണെന്ന്. തിരിച്ചു വരാൻ സാധിക്കുന്നവരെ കൈനീട്ടി സ്വീകരിക്കാനും നമ്മുടെ എല്ലാ ക്ഷേത്രങ്ങളിലും കൊണ്ടുവരാനും സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും വിധിയുണ്ട്. ആർക്ക് വേണമെങ്കിലും ഹിന്ദു ധർമ്മം സ്വീകരിക്കാം. ഒരു ചടങ്ങും നമ്മുടെ പൂർവിക ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടില്ല. ഞാൻ ഹിന്ദുവാണ് എന്ന് പറഞ്ഞാൽ ഹിന്ദുവാണ്. ഇന്ന് ഹിന്ദുവായ ക്രിസ്ത്യാനിക്ക് ശവമടക്കാൻ ശാന്തി കവാടങ്ങൾ കേരളം മുഴുവനും ഉണ്ട്. കേരളം മുഴുവനും ശാന്തി കവാടങ്ങളുണ്ട്. പള്ളിയിൽ തന്നെ ശവമടക്കണമെന്നില്ല. അച്ഛന്മാരും ബിഷപ്പുമാരും വരണമെന്നൊരു നിർബന്ധമില്ല. കല്യാണം കഴിക്കാൻ രജിസ്റ്റർ ഓഫീസും ഉണ്ട്. നല്ല അമ്പലങ്ങളും ഉണ്ട്. ഏത് അമ്പലത്തിൽ വേണമെങ്കിലും പോയിട്ട് അവർക്ക് വിവാഹം നടത്താം. അവിടെയും പള്ളിയിലച്ഛനും ബിഷപ്പും വേണമെന്നില്ല. ജനിച്ചു കഴിഞ്ഞാൽ മാമോദീസ മുക്കൽ എന്ന പരിപാടി ഇല്ല എന്ന് വെച്ചാൽ ഇല്ല. നാമകരണവും അന്നപ്രാശനവും ഏത് അമ്പലത്തിലും വെച്ച് നടത്താവുന്നതേ ഉള്ളൂ. വലിയ ചടങ്ങുകളൊന്നും അതിനകത്തില്ല. അപ്പോൾ ജനിച്ചതും വിവാഹം കഴിച്ചതും മരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂച്ചുവലങ്ങുകൾ പള്ളിയിൽ നിന്ന് പൊട്ടി ആ പള്ളിയിലെ അച്ഛന്മാരും കന്യാസ്ത്രീകളും കാട്ടിക്കൂട്ടുന്ന കോപ്രായത്തരങ്ങളും കണ്ട് ഒരൊറ്റ പുസ്തകത്തിനകത്ത് ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന ഒരു മണ്ണാങ്കട്ടയും ഇല്ലെന്ന് മനസ്സിലായപ്പോൾ വെറുതെ പാപികളെ എന്ന് വിളിപ്പിച്ച് പാപത്തിന് വേണ്ടി ആരെയോ 2000 വർഷം മുമ്പ് കുരിശിലേറ്റി എന്നും പറഞ്ഞുകൊണ്ട് മതത്തും പുസ്തകവും കച്ചവടം നടത്തുന്ന വ്യക്തികളിൽ നിന്ന് തിരിച്ചറിയാൻ ക്രിസ്ത്യാനികൾക്ക് ഇപ്പോൾ സാധിക്കുന്നുണ്ട്. അവർ തമ്മിൽ അടിപിടിക്കുന്നതൊക്കെ സ്വത്തിനും പള്ളിക്കും വേണ്ടിയിട്ടാണ്, ആത്മീയതയ്ക്ക് വേണ്ടിയിട്ടല്ല. അങ്ങനെ ഒന്ന് ഹിന്ദു ധർമ്മത്തിലില്ല. ഉണ്ടെങ്കിൽ തന്നെ കടകംപള്ളിക്കും പിണറായി വിജയനും ദേവസ്വം ബോർഡിനൊക്കെ എതിരെ നമ്മൾ പ്രതികരിക്കുന്നേ ഉള്ളൂ. അത് അമ്പലത്തെ നശിപ്പിക്കാനല്ല, അമ്പലത്തെ നന്നാക്കാനാണ്. ഏതെങ്കിലും വിഭാഗത്തിന് തീറെഴുതി മേടിക്കാനുമല്ല. അതുകൊണ്ട് ഏത് വിഭാഗക്കാരും ഒരേ തരത്തിലുള്ള അമ്പലത്തിലാണ് പോകുന്നത്. ഇടവകയും ഇടനാഴിയിലെ വകയും ജലന്ധറിലേക്കുള്ള വഴിയും അങ്കമാലിയിലേക്കുള്ള വഴിയും വയനാട്ടിലേക്കും കുട്ടനാട്ടിലേക്കുമുള്ള വഴിയുമൊക്കെ ഉപയോഗിച്ചിട്ട് അവനവൻ്റെ പേരും പ്രസിദ്ധിയും സ്വത്തും അതുപോലെ തന്നെ ബംഗ്ലാവുകളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഹിന്ദു ധർമ്മത്തിൻ്റെ ആത്മീയത ഉപയോഗിക്കാറുള്ളത്. അതുകൊണ്ട് ത്രിപുരയിൽ എങ്ങനെയാണോ 100 കണക്കിന് കുടുംബാംഗങ്ങൾ ഇനിയും വരാൻ സ്വധർമ്മത്തിലേക്ക് തയ്യാറായിരിക്കുന്നത്, അതുപോലെ കേരളത്തിലും കേരളീയരാണ് ഭാരതത്തെ മുഴുവനും മതം മാറ്റുന്നത്. ഒരു വലിയ വിഭാഗം ക്രിസ്ത്യാനികളും മുകളിലും മതേതരത്വം പറഞ്ഞുകൊണ്ടേയിരിക്കും. അവരെ എല്ലാ പത്രങ്ങളിലും ഫോട്ടോ ഒക്കെ കൊടുത്ത് അതിൽ ബുദ്ധിജീവികളുടെ കൂട്ടത്തിൽ പകലും രാത്രി പള്ളിയുടെ കൂട്ടത്തിലിരിക്കുന്നവരും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും പുരോഗമന പാർട്ടിയുടെയും കൂട്ടത്തിൽ പകലും രാത്രി വീണ്ടും അച്ഛന്മാരുടെ കൂടാരത്തിലേക്കും പോകുന്ന പാർട്ടീസൊക്കെ ഉണ്ട്. പാർട്ടീസേ ഉള്ളൂ. അവരെ പോലെ ആണ് ഇവർ എന്നൊക്കെ മനസ്സിലായി തുടങ്ങിയപ്പോൾ ക്രൈസ്തവരും മുസ്ലിങ്ങളും ഏറ്റവും വലിയ മതേതരത്വത്തിൻ്റെ പ്രതീകമായി, ഹിന്ദു എപ്പോഴും വർഗീയതയുടെ പ്രതീകവുമായി. ഇതൊക്കെ ഒന്ന് തിരിച്ചറിഞ്ഞ് കേരളീയർ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ മതപരിവർത്തനം ഉണ്ട്. കേരളീയരെ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ മതപരിവർത്തനം തടയാനുള്ള ചങ്കൂറ്റമുള്ളവരും ഉണ്ടാവണം. കാരണം കേരളീയരാണ് മതപരിവർത്തനം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കണം. ഉഷ്ണം ഉഷ്ണേന ശാന്തി, ശീതം ശീതേന ശാന്തി. അപ്പം എന്താണോ വിഷമുള്ളത് അത് പ്രതിവിഷം കൊടുത്ത് തന്നെ തകർക്കണം.
അതിന് ഹിന്ദുക്കൾക്കേ സാധിക്കുള്ളൂ, കേരളീയർക്കേ സാധിക്കുള്ളൂ. പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കേരളത്തിലെ ക്രിസ്ത്യാനികളാണ്. അതുകൊണ്ട് കേരളത്തിലെ ക്രിസ്ത്യാനികളെ കേരളത്തിലെ ഹിന്ദുക്കളാണ് എൻ്റെ കുടുംബത്തിലുള്ളവരെ നിന്റെ കുടുംബത്തിലേക്ക് കൊണ്ടുപോകണ്ട എന്ന് തീരുമാനിക്കാൻ. അതിൽ SNDPയുടെ സെക്രട്ടറിയെ പോലെയുള്ളവരെ ഒന്നും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. അങ്ങേരെ ഏത് കണ്ടവും ഏത് രാത്രിയും പകലും ചാടും. അദ്ദേഹത്തിൻ്റെ മകനെ വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഒരു കാര്യം ഉറപ്പാ, അങ്ങനെയുള്ള നേതാക്കന്മാരെ രാപ്പകൽ അഭിപ്രായം മാറുന്നവരുടെ പുറകെ നിൽക്കാതെ നമ്മുടേതായിട്ടുള്ള ധർമ്മത്തെ സംരക്ഷിക്കാൻ നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്ന ആ വഴിയിലൂടെ പോകാൻ നമുക്ക് ത്രിപുരയിൽ നടക്കുന്ന വലിയ മാറ്റങ്ങൾ ഒരു മാതൃകയാക്കിയെടുക്കാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.